RS ഫുട്ബോൾ ഫാമിലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ക്ലബ് വേൾഡ് കപ്പിലെ പ്രീ ക്വാർട്ടർ മത്സരത്തിലെ ഇന്റർ മിയാമി വേഴ്സസ് PSV മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മെസ്സിയുടെ ഇന്റർ മിയാമിയെ പരാജയപ്പെടുത്തി PSG ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. PSG സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ 99% അവർ വിജയിക്കാൻ തന്നെ ചാൻസ്, പക്ഷെ 1% ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വളരെ മോശമായിട്ടുള്ള കളിയാണ് ഇന്റർ മിയാമിയുടെ ഭാഗത്തുണ്ടായത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോള് വഴങ്ങി. തീർത്തും എന്താന്ന് പറയാ, ഒരു ഒറ്റയാൾ പട്ടാളം എന്നുള്ള നിലയ്ക്കാണ് മെസ്സി കളിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇതിന് 2-3 കളിക്ക് മുമ്പുള്ള ഒരു ഇതും ഡിഫൻസ് ചെയ്ത് കളിക്കാൻ എടുത്ത തീരുമാനം തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ ഇന്റർ മിയാമിക്ക് ഇത്രയും വലിയൊരു ഷോക്ക് കിട്ടാൻ കാരണം. 4 ഗോളിന് പുറകിൽ പോയി. എന്താന്ന് പറഞ്ഞാല് സെക്കൻഡ് ഹാഫിൽ കുറച്ച് അറ്റാക്കിംഗ് ആയിട്ട് കുറച്ച് ഓൺ ടാർഗറ്റുകളിലേക്കൊക്കെ അതേപോലെ കുറച്ച് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ പരമാവധി ഡിഫൻസ് കളിക്കുന്നു. ഗോൾ കീപ്പർ വരെ ബോൾ വെച്ചിട്ട് സെന്ററിലും അതേപോലെ ഡിഫൻസിനും ഒക്കെ ബോൾ പാസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ തന്നെ കിടന്ന് കളിക്കായിരുന്നു, ടൈം കളയാനുള്ള ആ ഒരു ഇതിലൂടെ. പക്ഷെ PSG ആണ് മക്കളെ, അത് ഓർത്തില്ല. അത് എന്ത് പ്ലാനിങ് ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഡിഫൻസ് കളിക്കുന്നത് ആത്മഹത്യപരമാണെന്ന്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നേരെ തിരിച്ചുള്ളൊരു ഇന്റർ മിയാമിനെ കണ്ടത്. അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചു, പക്ഷെ ഗോളുകളൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് തന്നെ മിഡ്ഫീൽഡിൽ വരിക, ക്രിയേറ്റ് ചെയ്യുക, ഗോൾ അടിക്കുക, ഇതെല്ലാം ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഫുട്ബോളിന്റെ ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും മെസ്സിക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു ഇന്നലത്തെ കളിയിൽ തീർച്ചയായിട്ടും കണ്ടത്. നമ്മൾ ഒരുപാട് പ്ലേയേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്റർ മിയാമിയുടെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം പോലും, നല്ലൊരു പഠനം പോലും ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും PSG 4 ഗോൾ നിർത്തി, അത് തന്നെ ഭാഗ്യം എന്ന് പറയാം. സെക്കൻഡ് ഹാഫിൽ ഒരു ഗോളും വഴങ്ങിയില്ല. അതും ഇന്റർ മിയാമിയെ സംബന്ധിച്ചിടത്തോളം ഇന്റർ മിയാമി സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടി ഉണർന്ന് കളിച്ചതും പാസിങ് കാര്യം. അതേപോലെ പാസിംഗ് ഒക്കെ എന്താണ്, PSG കളി അറിയാലോ. പാസ് ബോൾ കാലിൽ കിട്ടുമ്പോഴേക്കും അടുത്ത പ്ലെയറിന്റെ അടുത്തെത്തി അവർ അറ്റാക്കിങ്. കവരാൽസ്കി ചങ്ങായിയുടെ കളി എന്ന് പറയാനും ഗോളുകളൊന്നും സ്കോർ ചെയ്തില്ലെങ്കിൽ, പക്ഷെ ചങ്ങായി വിങ്ങുകൾ ഡിഫൻഡർമാർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു ട്രിബിളിങ് പടവും. അതേപോലെ എത്ര സ്പീഡിൽ അവരെ ബോൾ റിക്കവർ ചെയ്തിട്ട് കയറി പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ എത്തുന്നു. പൊതുവെ ഇന്റർ മിയാമിയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ക്ലബ് വേൾഡ് കപ്പിൽ കിട്ടിയൊരു അവസരമാണ്. അവര് സെക്കൻഡ് റൗണ്ടിൽ കയറുന്ന തന്നെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പോർട്ടോയിൽ പോലെ ഒരു ടീമിനെ പരാജയപ്പെടുത്തി ബാക്കി 2 ടീം പാൽമേറസിന്റെ കൂടെയും അൽ അഹലിന്റെ കൂടെയൊക്കെ സമനില നേടിയിട്ടാണ് അവര് അടുത്ത റൗണ്ടിലേക്ക്. പക്ഷെ അവർക്ക് പഴിച്ചത് എന്താന്ന് പറഞ്ഞാല് പാൽമേറസിന്റെ കൂടെയുള്ള സമനില. പാൽമേറസിന്റെ കൂടെ അന്ന് 2 ഗോളിന് 80 മിനിറ്റ് വരെ മുന്നിൽ നിന്നിട്ട് 2-0 പരാജയപ്പെട്ടു. അതാണെങ്കിൽ ബോട്ടാഫോഗെ ആയിരുന്നു തന്നെ എതിരാളികൾ. ബോട്ടാഫോഗെ ആണെങ്കിൽ ഒന്ന് പോയി നോക്കാനെങ്കിൽ പറ്റുമായിരുന്നു. ഇന്ന് ബോട്ടാഫോഗയെ പരാജയപ്പെടുത്തിയിട്ട് പാൽമേറസ് ഇന്നലെ അവര് പ്രീ ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോ PSG അങ്ങനെ 4 ഗോളിന് കയറി മുകളിലെത്തി. ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് മെസ്സിക്കെതിരെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്തിനാണ് ഇപ്പോ ഈ മെസ്സിനെ ട്രോൾ ചെയ്ത് ബന്ധക്കാര്? അവര് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ എത്തി തന്നെ എന്തോ ഒരു ഹോസ്റ്റ് കൺട്രിയാണ്. അവിടെ നിന്ന് ഒരു ക്ലബ്ബ് അത്യാവശ്യം കഴിഞ്ഞ സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു, അവിടെ ചാമ്പ്യന്മാരായിരുന്നു. അങ്ങനെ അവര് ഹോസ്റ്റ് കൺട്രി ആയിട്ട് എത്തി. ഇവിടെ വന്ന് ഫസ്റ്റ് റൗണ്ട് കടക്കില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ മെസ്സി ഇങ്ങനെ ഹോസ്റ്റ് കൺട്രി ആയതുകൊണ്ട് വന്നു ഒരു ഇന്റർ മിയാമി എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഫസ്റ്റ് റൗണ്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ച് സെക്കൻഡ് റൗണ്ടില് PSG ആണ് മക്കളെ, ക്ലബ് വേൾഡ് കപ്പും എല്ലാം ലോക ചാമ്പ്യന്മാരായിട്ടുള്ള PSG ആണ് ഇപ്പോ. ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, അവര് ട്രിപ്പിൾ നേടി, മാരകമായ ഫോമിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓരോ പ്ലേയേഴ്സും. ഇന്ന് ഡെമ്പലൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് എന്നിട്ട് പോലും ഫസ്റ്റ് ഹാഫിൽ 4 ഗോൾ അവർ സ്കോർ ചെയ്തു. 4 നിന്ന് തന്നെ ഭാഗ്യം എന്ന് പറയാം. അപ്പോ ഇതിലെന്താ ട്രോളനുള്ളതെന്ന് ആലോചിക്കാം. ഇപ്പൊ ഇന്റർ മിലാന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 5-0 തോറ്റത്. ഇന്റർ മിലാനെ പോലെ ഒരു ടീം PSG, അതും തന്നെ ഡിഫൻഡ് കളിക്കുന്ന ഒരു ടീം PSG-നോട് 5-0 തോറ്റത്. അപ്പൊ ഈ 4-0 ഒരു വലിയ കാര്യമൊന്നുമല്ല. ട്രോളി മെഴുകേണ്ടവരൊക്കെ മെഴുകിക്കണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിലും വലിയ തോൽവികൾ 6 ഗോള് 7 ഗോള് 8 ഗോളിനൊക്കെ തോറ്റിട്ടില്ലേ ടീമുകൾ. അതും വലിയ വലിയ ടൂർണമെന്റുകൾ തോറ്റ് പുറത്തായിട്ടില്ലേ. അപ്പൊ അതിലൊന്നും കാര്യമില്ല. പിന്നെ എന്താ പറയുക, ചങ്ങായി ഒരു റിട്ടയർമെന്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ പോയിട്ട് അവിടെ ഒരു ക്ലബ്ബിൽ ബെക്കാമിന്റെ ക്ഷണം സ്വീകരിച്ച് ബെക്കാമിന്റെ ക്ലബ്ബിൽ പോകണം. അവിടെ ആൾക്ക് ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കളിക്കുന്നതുകൊണ്ട് ആൾക്ക് കുറെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെയാണ് ആള് നോക്കിയത്. അതും അടുത്ത ആളുടെ ശരിക്കുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ 2026 വേൾഡ് കപ്പ് തന്നെയാണ് അമേരിക്കയിൽ നടക്കുന്നത്. അപ്പൊ അവിടെ പോയി അവിടെ ആയിട്ട് സെറ്റായി അവിടുത്തെ കളി രീതികളും അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊരു അടിച്ചപ്പൊളി. അതിന്റെ ഇടയിൽ ഇന്റർ മിയാമിയുമായിട്ട് ഒരു കരാറും കോൺട്രാക്ട് ഒക്കെ ആയിട്ട് അവിടെ കളിക്കുക എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെസ്സി ശരിക്കും ഒരു 3 വർഷം അല്ലെങ്കിൽ ഈ ഒരു ക്ലബ് ഒരു 2026 വേൾഡ് കപ്പ് കഴിയുന്നവരെങ്കിലും ഇവിടെ യൂറോപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു ക്ലബിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല
കളികൾ നമുക്ക് കാഴ്ച. എന്താ പറഞ്ഞാല് സപ്പോർട്ടിന് കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്റർ മിയാമി തന്നെ ആയിക്കോട്ടെ, ഇന്റർ മിയാമിയിൽ അവിടെ MSL തന്നെ ആയിക്കോട്ടെ, അവിടെ നല്ല ക്ലബ്ബുകൾ എത്രയുണ്ട്. അപ്പോ അങ്ങനെ ഏതെങ്കിലും എനിക്ക് യൂറോപ്പിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബില്, വലിയ ക്ലബ്ബുകൾ വേണമെന്നൊന്നുമില്ല, യൂറോപ്പിൽ ഏതെങ്കിലും അവിടെയെങ്കിലും അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട്, ഇത് ഏകദേശം എല്ലാവരും ഒരു ഏജ്ഡ് പ്ലേയേഴ്സ് ആണ്, 36 എബോവ് കൂടുതൽ പ്ലേയേഴ്സും. അപ്പൊ അവരെ വെച്ചിട്ട് മെസ്സിയുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാല് സുവാരസും ജോഡി ആൽബിയും ബിസ്കറ്റ്സ് ഒക്കെ അടങ്ങുന്ന ആ ഒരു സുഹൃത്ത് വല ഉണ്ടല്ലോ, അതിനെ അവിടെ നിന്നിട്ട് അവരോടുകൂടി കളിച്ചിട്ട് ഈ 2026 വേൾഡ് കപ്പ് അതോടുകൂടി കളി അവസാനിപ്പിക്കുക എന്നായിരിക്കും. അതന്നെയാണ് ആളുടെ ഒരു പ്ലാനും. 2026 ആളുടെ ഒരു മെയിൻ വിഷൻ ആയിട്ടുണ്ടല്ലോ. പിന്നെ സ്റ്റേഡിയത്തില് അറ്റ്ലാന്റയുടെ ഫാൻസാ തോന്നുന്നുണ്ട്. അറ്റ്ലാന്റയുടെ ഫാൻസ് മെസ്സിയുടെ ആ വികൃതമായ രൂപമൊക്കെ വെച്ചിട്ട് അവരുടെ രണ്ടുപേര് ഇങ്ങനെ ബാനർ പൊക്കി പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ചൂടെ, ഈ ചങ്ങായിനി എന്താ അടിക്കാനുള്ളത്? ലോകകപ്പ് ആദ്യം പറഞ്ഞു ക്ലബിന് വേണ്ടി മാത്രം കളിക്കുന്നത്, ക്ലബിന് വേണ്ടി ഇനിയസ്റ്റും സാവിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഉരുട്ടി തരുന്നത്, ഗോൾ അടിച്ചിട്ട് കുറെ വാലന്റിയറൊക്കെ തൂക്കുന്നതാണ്. അതിനുശേഷം രാജ്യത്തിന് വേണ്ടി നീലക്കുപ്പായത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നീലക്കുപ്പായത്തിലും ആള് കോപ്പ അമേരിക്ക അടിച്ചു. ആദ്യം ഇന്റർനാഷണൽ ട്രോഫി തൂക്കി, അതിനുശേഷം വേൾഡ് കപ്പ് അടിച്ചു, വീണ്ടും കോപ്പ അമേരിക്ക അടിച്ചു. അതും എണ്ണപ്പെട്ട ഫൈനലുകളിൽ പരാജയപ്പെട്ടിട്ട്. ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ വരെ എത്തി, ജർമ്മനിയോട് ഒരു ഗോളിന് തോറ്റിട്ട് അവിടെയും ഒരുപാട് ഇത് കേൾക്കേണ്ടി, ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു ചങ്ങായി. അവിടെ തോറ്റു കൊടുത്തില്ല, ഒരിക്കൽ വിരമിച്ചു. കോപ്പ അമേരിക്കയില് അവിടെ നിന്നും പരാജയപ്പെട്ട് ആള് വിരമിച്ചതായിരുന്നു. പിന്നെ കുറെ ആരാധകരുടെയും അതേപോലെ സഹകളിക്കാരുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ച് ആള് തിരിച്ചു വന്ന് വേൾഡ് കപ്പും തൂക്കിയിട്ടല്ലേ പോയത്. ശരിക്കും ആ ഒരു ജോഡി ഫ്രാൻസിന്റെ കാണികൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല തോന്നുന്നുണ്ട്. ഓരോ വേൾഡ് കപ്പ് ജയിക്കാനേ അപ്പൊ ജർമ്മനിയോട് ഇപ്പൊ അർജന്റീനക്കാർക്ക് അവരുടെ കപ്പിനും ചുണ്ടിനും തുമ്പിലല്ലേ ഗോഡ്സെ എടുത്തത് ആ ഒരു ഗോളിലൂടെ. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു വേൾഡ് കപ്പ് ഇനിയിപ്പോ അടുത്ത വേൾഡ് കപ്പ് ആര് ജയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അതിൻ്റെതായ ഇതിക്ക് എടുക്കണം. അപ്പൊ വേൾഡ് കപ്പ് എടുത്ത പറഞ്ഞു ഏറ്റവും കൂടുതൽ വാലന്റിയർ മെസ്സിക്ക് ഇല്ലല്ലോ, അത് വാലന്റിയറും എടുത്തു. വാലന്റിയർ എടുത്തപ്പോ ഗോൾഡൻ ബൂട്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഗോൾഡൻ ബൂട്ട് ഏറ്റവും ടോപ്പായി. അപ്പൊ പറഞ്ഞു ട്രോഫികളില് ആളില്ലല്ലോ എന്ന് പറഞ്ഞു. അതുമായി ഇപ്പോ ഏറ്റവും ടോപ്പ് ട്രോഫികളിൽ, അതും ഒരുപാട് അവാർഡുകൾ, ഇനി ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തൂക്കാത്ത അവാർഡുകളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് ട്രോളുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ മൊത്തത്തിൽ ഞാൻ മെസ്സിയുടെ ഒരു കാര്യം മാത്രമല്ല, ഏത് ഫാൻസ് ആയിക്കോട്ടെ, ഇപ്പൊ നെയ്മറിനെ ആയിക്കോട്ടെ, റൊണാൾഡോനെ ആയിക്കോട്ടെ, ഇവര് അവരുടെ ഫോട്ടോ ഒക്കെ വികൃതമാക്കിയിട്ട് ട്രോളുന്നവരോടൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സെവൻസ് ഫുട്ബോളിനെയും കളിച്ചിട്ട് അവിടെ നിന്നിട്ട് ഒരു നല്ലൊരു പ്ലെയർ ആയിട്ട് നിങ്ങളുടെ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ വികൃതമായിട്ട് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. ഒരു ജസ്റ്റ് സെവൻസ്. ഈ മെസ്സിയും റൊണാൾഡോയും നെയ്മറൊക്കെ ലോകം കണ്ട ഫുട്ബോൾ പ്രതിഭകളിലും അതേപോലെ അവരുടെ എക്കാലത്തെയും ഇതൊക്കെ അവര് സ്വന്തമാക്കിയ ആൾക്കാരാണ്. അപ്പൊ അവരെ ട്രോളുമ്പോ നിങ്ങളുടെ യോഗ്യത, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുത്തിടാൻ വലിയ എളുപ്പമാണ്. പക്ഷെ ഇത് ചില ഫാൻസുകൾ തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായ ഒരു ഏർപ്പാടല്ല. നിങ്ങൾ അതിന്റെ ഒരു സെവൻസ് ഫുട്ബോളിലെങ്കിലും പോയിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾ ഒരു പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പോസ്റ്റിൽ ഒരു വികൃതമാക്കിയിട്ട് നിങ്ങളുടെ അവിടെ ഒരു ഗാലറിയിൽ കാണിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടാവും? നിങ്ങളുടെ കുടുംബക്കാർക്ക് എന്ത് വിഷമം ഉണ്ടാവും? അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതിപ്പോ ഏത് ഫാൻസ് ആയിക്കോട്ടെ, മെസ്സിയുടെ ഫാൻസോ റൊണാൾഡോന്റെ ഫാൻസോ നെയ്മർ ഫാൻസോ, ഇത് അങ്ങോട്ട് കിട്ടും. ഇവര് നമ്മളൊക്കെ ഒരുപാട് സൗഹൃദം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ഇവിടെ കിടന്ന് ഇങ്ങനെ മല്ലടിക്കാന്നല്ലാതെ ട്രോളുകളൊക്കെ അതിൻ്റെതായ രീതിക്ക് വേണം, ഒരു ബഹുമാനം വേണം. ഓക്കെ. പിന്നെ ഇന്നത്തെ കളിയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ആ സെക്കൻഡ് ഹാഫിൽ ഉണർന്ന് കളിച്ച ഒരു ഇതുണ്ടല്ലോ, അത് ഫസ്റ്റ് ഹാഫിൽ അതിപ്പോ ചിലപ്പോ കോച്ചിന്റെ തീരുമാനമായിരിക്കും ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഡിഫൻസ് കളിച്ചിട്ട് പരമാവധി ഗോൾ കിട്ടാതെ സെക്കൻഡ് ഹാഫിൽ പൊരുതി നോക്കിയിട്ട് ഒരു ഗോളോ അല്ലെങ്കിൽ സമനിലയോ നോക്കാനായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് ആത്മഹത്യപരമാണ്. PSG ആണ് ടീം. PSG ഈ സീസണിൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, അറ്റാക്കിംഗ് ആയിക്കോട്ടെ, ഗോൾ കീപ്പർ ആയിക്കോട്ടെ, അതിലൊന്നും പറയാനില്ല. അപ്പോ അങ്ങനെ ഇന്റർ മിയാമി പുറത്തായിരിക്കണം. അതിനുശേഷം കണ്ടില്ലേ ഡെംബലൊക്കെ മെസ്സിയുടെ ജേഴ്സിയും ബൂട്ടും ഇനിയിപ്പോ എന്തൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിരിക്കുക. അതേപോലെ ഹക്കീമി ജേഴ്സി വാങ്ങിച്ചിട്ടുണ്ട്. അത് കളി കഴിഞ്ഞ ശേഷം PSG പ്ലേയേഴ്സ് വന്ന് മാർക്കിനസ് ബ്രസീൽ താരമാണ്, മനസ്സിലാക്കണമെന്ന്. അവർ PSG കളിച്ച ആ സൗഹൃദം ഇപ്പോഴും വിട്ടില്ല. അവർ വന്ന് കെട്ടിപ്പോണമെന്ന് അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കളിക്ക് ശേഷം. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇനി മെസ്സിക്ക് എന്ന് പറഞ്ഞാല് നേടാനൊന്നുമില്ല, നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു. ട്രോള് അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് തന്നെ ഇപ്പോ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ ട്രോളുകൾ. ഇതൊന്നും പ്രതീക്ഷിച്ചതല്ലാന്നേ.
ഈ ഇന്റർ മിയാമി എന്ന് പറയുന്ന ടീം ഈ ഫസ്റ്റ് റൗണ്ട് കടക്കുന്നേ പ്രതീക്ഷയല്ല. അവര് കടന്നു. സെക്കൻഡ് റൗണ്ടിൽ ഈ ക്ലബ് വേൾഡ് കപ്പ് തൂക്കാൻ വരെ കെൽപ്പുള്ള ഒരു PSG എന്ന് പറയുന്ന ടീമായിട്ടാണ് കിട്ടിയത്. അവര് മെസ്സി ഇതിനു ശേഷം കളിക്കുന്ന ശേഷം പറഞ്ഞു ഞങ്ങളിത് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ ഞങ്ങൾ കഴിവിൽ പരമാവധി ട്രൈ ചെയ്ത് നോക്കി, ഫൈറ്റ് ചെയ്ത് നോക്കി, പക്ഷെ നടന്നില്ല. അതന്നെയാണ് സംഭവം. നമുക്ക് കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് നോക്കിയാലോ. അപ്പോൾ PSG 19 ഷോട്ടുകളാണ് എടുത്തത്, അതിൽ 9 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. അതേപോലെ ഇന്റർ മിയാമി 8 ഷോട്ടുകൾ എടുത്തു, അതിൽ 3 മാത്രം ഓൺ ടാർഗറ്റ്. ഇതൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ 0-0 തന്നെ ആയിരുന്നു. ഒരു ഷോട്ടോ പോലും ടാർഗറ്റിലേക്ക് എടുത്തിട്ടുണ്ടായില്ല. അതേപോലെ തന്നെ 67% പൊസിഷൻ ഉണ്ടായിരുന്നു, ഇവിടെ 33% ഉണ്ടായിരുന്നുള്ളൂ. പാസ് 733 പാസുകൾ PSG കംപ്ലീറ്റ് ചെയ്തപ്പോൾ 359 പാസുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. പാസിംഗ് അക്യുറസി 93% PSG ഉണ്ടായിരുന്നു, 85% ഇന്റർ മിയാമിക്ക് ഉണ്ടായിരുന്നു. ഫൗൾസ് 9ഉം 10ഉം ആണ്. അതേപോലെ കോർണേഴ്സ് 7 PSG വിൻ ചെയ്തു. 7 അവർ ചുരുങ്ങിയത് 2-3 ഗോൾ അടിക്കുന്ന ഫസ്റ്റ് ഫ്രീ കിക്ക് ഗോളിലൂടെയാണ് അവർ മുന്നെടുത്തുന്നത്. അതേപോലെ ഇന്റർ മിയാമിക്ക് കിട്ടിയ വെറും 3 കോർണേഴ്സ്, അതും സെക്കൻഡ് ഹാഫിൽ തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇന്റർ മിയാമിയുടെ കയ്യിൽ നിന്ന് ബോൾ പാസിങ് ഒരു ഇതുണ്ടല്ലോ, അതില്ല അവരുടെ. ബോൾ കാലിൽ വെച്ച് ഇങ്ങനെ പ്ലേയേഴ്സിനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും PSG-യുടെ 2-3 താരങ്ങളാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. പ്രായം തന്നെ നടത്തിയ പോരാളികൾ തന്നെയാണ് അവര്. അപ്പോൾ അവർക്ക് MSL ഒരു കളി, അതിന്റെ അപ്പുറത്തോട്ട് ഈ ക്ലബ് വേൾഡ് കപ്പും യൂറോപ്യൻ ടീമുകളായിട്ട് മുട്ടാനുള്ളത് ഇല്ല. മെസ്സി എന്നൊരു ഫാക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും.